സാമ്പത്തികപരമായിട്ട് പലരും വട്ടപൂജ്യമാണ്. ഇത്ര കാലം ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിലെടുക്കാൻ 5 പൈസ ഇല്ല. ഇപ്പോൾ ഒരു എമർജൻസി ആവശ്യം വന്നാൽ പോലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. നിങ്ങളൊരു ദരിദ്രനായിട്ടാണ് ജനിച്ചത് എങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല. പക്ഷേ ദരിദ്രനായിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. പണം ഉണ്ടാക്കാനുള്ള, സമ്പാദ്യം ഉണ്ടാക്കാനുള്ള, വെൽത്ത് ഉണ്ടാക്കാനുള്ള 10 സീക്രട്ട് പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേണിംഗ് ക്യാപിറ്റലാണ്. നിങ്ങൾ ഫിനാൻഷ്യലി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പണം ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങൾ ഗതി പിടിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അറിയില്ലെങ്കിൽ, അതായത് ഒന്നുമില്ലാത്ത സ്ഥലത്ത് വട്ടപൂജ്യമായിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 5 കോടി രൂപ കൊണ്ടുവന്ന് തന്നാലും ശരി, അത് 6 കോടിയാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. പണമില്ലാതെ പണം ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരുത്തനെ പണം ഉണ്ടാകുമ്പോൾ അത് 10 ഇരട്ടി 100 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ നോളജ് ഡെവലപ്പ് ചെയ്യുക, ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള, ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള വിവരം, അറിവ് ഇതെല്ലാം നിങ്ങൾ നേടുക. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പറ്റുമെങ്കിൽ നേടുക. നിങ്ങൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്കറിയാം എവിടെയൊക്കെ, എങ്ങനെയൊക്കെ, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ നമ്പേണ്ടി വരും. ആ ആൾ നിങ്ങൾക്കിട്ടൊരു പണി തന്നാൽ, നിങ്ങളെ ചതിച്ചാൽ നിങ്ങൾ ക്ലോസ്, നിങ്ങൾ തീർന്നു, നിങ്ങളുടെ മൊത്തം പണം പോയി കിട്ടി. അപ്പോൾ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാനും എവിടെ കൊണ്ടുപോയി പണം ഇടണം ഇതെല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നോളജ് വേണം. സോ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ആദ്യം പഠിക്കുക, എല്ലാറ്റിനെക്കുറിച്ചും പഠിക്കുക. ബിസിനസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പണം, അത് ഇത് മാക്സിമം സ്കില്ല് നിങ്ങളുടെ ഡെവലപ്പ് ചെയ്യുക. അതാണ് ഇവിടെ വേണ്ടത്. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അണ്ടർ യൂസ്ഡ് ആയിട്ടുള്ള അസറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം നിങ്ങൾ പണം ഉണ്ടാക്കുന്ന വഴികളാക്കി മാറ്റുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ 1-2 വീടുകളുണ്ടെങ്കിൽ അതിലെ ഒരു വീട് നമുക്ക് റെൻറ്റിന് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ലീസിന് കൊടുക്കുന്ന പോലെ, ഇപ്പോൾ Airbnb എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്ക് വിട്ടുകൊടുത്ത് അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്കിപ്പോൾ കാറുണ്ടെങ്കിൽ കാറ് റെൻറ്റിന് കൊടുക്കാം. ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവർമാരുണ്ടെങ്കിൽ അവർക്ക് ലീസിന് കൊടുക്കാം. ഇപ്പോൾ ഊബറൊക്കെ ഓടിക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ, അവരെല്ലാവരും ഈ പറയുന്ന പോലെ കാറുകൾ വാങ്ങി സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നവരല്ല. പലപ്പോഴും അവരത് ലീസിന് എടുത്തിട്ട് അവർ ഓടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓടിച്ച് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു 700 രൂപ അല്ലെങ്കിൽ 1500 രൂപ എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഓണർക്ക് കൊടുക്കും. സോ ഇങ്ങനെയാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാറ്, നിങ്ങളുടെ കയ്യിലുള്ള വീട്, നിങ്ങളുടെ കയ്യിലുള്ള ഈ ഫർണിച്ചറുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും പുതിയതായിട്ടൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ വിറ്റിട്ടോ താൽക്കാലികമായിട്ട് കൊടുക്കുകയോ ഏത് രീതിയിലാണെങ്കിലും വേണ്ടില്ല, നിങ്ങളുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. അതിന് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് സാധനം വിറ്റാലാണ് അല്ലെങ്കിൽ എന്ത് സാധനം വാടകയ്ക്ക് കൊടുത്താലാണ് നിങ്ങൾക്ക് പണം കിട്ടുക എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാത്ത എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുക. അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള വഴി നിങ്ങൾ കണ്ടെത്തുക. മൂന്നാമത്തത് എന്ന് പറയുന്നത് സ്കിൽ ബാർട്ടറിങ് നെറ്റ്വർക്കാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം നടത്തിയെടുക്കണം. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ പണമില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നൊരു പരിപാടിയുണ്ട്. നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം. സോ നിങ്ങൾക്കിപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ആ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി തരുന്ന സ്ഥാപനത്തിന് കൊടുക്കാനുള്ള പണത്തിന് പകരമായി നിങ്ങൾക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിനെ, വെബ്സൈറ്റ് ചെയ്തു കൊടുക്കുന്ന ആ ഒരു ബിസിനസ്സിനെ ഒരു അനദർ ലെവലിലേക്ക് മാറ്റാൻ, കയറ്റിവിടാൻ, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പേപ്പർ വർക്കുകൾ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് പോലുള്ളൊരു കമ്പനിയാക്കി മാറ്റണമെങ്കിൽ എന്തെല്ലാം ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, ഇതെല്ലാം നടത്തി കൊടുത്തുകൊണ്ട് ആ കമ്പനിയെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ നോർമലി തുടങ്ങിയ ബിസിനസ്സിനെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് എത്തിക്കാൻ അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഫോർമാലിറ്റീസ് എല്ലാം ചെയ്തു കൊടുക്കാനുള്ള നോളജ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാം. അവർ നിങ്ങൾക്ക് പകരം ഒരു വെബ്സൈറ്റ് ചെയ്തു തരുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? പണ്ട് കാലത്ത് നിങ്ങളൊരു ബാർട്ടർ സിസ്റ്റം എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. ഈ ബാർട്ടർ സിസ്റ്റത്തിനകത്ത് എന്താ നടക്കുന്നത്? നിങ്ങളൊരു സാധനം അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു സാധനം ഇങ്ങോട്ട് വരുന്നു. അവിടെ പണം എന്ന് പറയുന്നൊരു എൻറ്റിറ്റി ഇല്ല. പണമില്ലാതെയാണ് അവിടെ വ്യാപാരം നടക്കുന്നത്. അത് നമുക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പണമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സർവീസ് അങ്ങോട്ട് കൊടുക്കുക, അവരുടെ സർവീസ് ഇങ്ങോട്ട് വാങ്ങുക. അതല്ലേ എൻ്റെ ഏറ്റവും നല്ലൊരു ഐഡിയ? ഒന്ന് ആലോചിച്ച് നോക്കി. പണമില്ലാതെ നമുക്ക് പരിപാടി നടക്കും. സോ ഇങ്ങനെയുള്ള വഴികളും നിങ്ങൾ കണ്ടെത്തണം. എപ്പോഴും പണം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളൊരു സർവീസ് സ്വീകരിക്കണം എന്നില്ല.
നാലാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മൈക്രോ ഇൻവെസ്റ്റിംഗ് ആണ്. മൈക്രോ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മൊബൈലിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് സിറോദ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആരുടെയും പരസ്യമായിട്ട് ഞാൻ പേരെടുത്ത് പറയണില്ല, കുറേ ആപ്ലിക്കേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വളരെ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ പറ്റും. ഇത്തരം ആപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഭീകരമായിട്ടുള്ള ഒരു എമൗണ്ട് വെച്ചിട്ടൊന്നും നിങ്ങൾ തുടങ്ങണമെന്നില്ല. വളരെ ലേറ്റായിട്ടുള്ള ചെറിയ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങിയാൽ തന്നെ ധാരാളമാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ പറയുന്ന എമൗണ്ട് അങ്ങനെ കൂടി കോമ്പൗണ്ട് ചെയ്ത് ഇത് വളരെ വലിയ ഒരു തുകയായിട്ട് മാറും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ. അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കരുത്. നമ്മൾ ഈ കടലിലേക്ക് ഒഴുക്കി കളഞ്ഞ അല്ലെങ്കിൽ ആറ്റിലേക്ക് ഒഴുക്കി കളഞ്ഞിട്ടുള്ള കുപ്പ പോലെ അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കണം. പിന്നെ അതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കരുത്, അതിനെക്കുറിച്ച് ഓർക്കാൻ നിൽക്കരുത്. ഒരു കാലം കഴിയുമ്പോൾ ആ പറയുന്ന സാധനം വളർന്ന് ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്കതിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അഞ്ചാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഏത് മേഖലയിലാണോ ഉള്ളത് ആ മേഖലയിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ഉണ്ടാവും, കോച്ചിങ് കൊടുക്കുന്നവർ. അവരുമായിട്ട് കണക്റ്റ് ആവുക, അവരുമായിട്ട് ഒരു നല്ല ബന്ധം നിങ്ങൾ സ്ഥാപിക്കുക. നിങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിലൂടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റുന്നില്ല, പണം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല, ആ സമയത്ത് പറയുന്ന മെൻറ്റേഴ്സിന് കഴിയും. കാരണം അവർ ഊണിലും ഉറക്കത്തിലും ഈ ഒരു പരിപാടിയായിട്ട് നടക്കുന്നവരാണ്. സോ അവർക്കറിയാൻ പറ്റും. സോ അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് വഴി നിങ്ങൾക്ക് പുതു വാതായനങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണ്. അപ്പോൾ ഒരു ജീവിത ലക്ഷ്യം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതോ, അല്ലെങ്കിൽ ബിസിനസ് ലക്ഷ്യങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതോ, സാമ്പത്തികമായിട്ടുള്ള പുതു സ്ട്രീമുകൾ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതൊക്കെ ഇവർ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും. സോ അത്തരം ഗൈഡ് ചെയ്യുന്ന മെൻറ്റേഴ്സുമായിട്ടുള്ള ഒരു നല്ല അന്തർധാര ഉണ്ടാക്കുന്നത് നല്ലതാണ്. ആറാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ മാനേജ്മെൻ്റ് ആണ്. ഈ പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ വെൽത്ത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പണം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല വേണ്ടത്. അതിനപ്പുറത്തോട്ട് ആ പണം എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, അങ്ങനെ മണി മാനേജ്മെൻറ്റ് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയണം. ഇല്ലെങ്കിൽ ഈ കുരങ്ങൻ്റെ അടുത്ത് പൂമാല കൊടുത്താൽ എന്താണ് അവസ്ഥ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരിക്കും. അത് മൊത്തം തരിപ്പണമാക്കി നമ്മുടെ കയ്യിൽ തരും. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ പ്രോഫിറ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു 3-4 റവന്യൂ സ്ട്രീമുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പണം വരുന്ന സമയത്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനായിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു എമൗണ്ട് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ചിലവിനും മറ്റുള്ള പരിപാടികൾക്കായിട്ട് എടുക്കാവൂ. അല്ലാതെ നേരിട്ട് പോയിട്ട് ആ പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങളുടെ പ്രോഫിറ്റ്, നിങ്ങളുടെ ഏണിങ്സ് ഇതെല്ലാം ആദ്യം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് നേട്ടം ആദ്യം ഉണ്ടാകണം, പിന്നെ കളിച്ചോ. പിന്നെ പണം നിങ്ങൾ എന്തിൽ കൊണ്ട് കളഞ്ഞാലും പ്രശ്നമില്ല, എടുത്ത് വയ്ക്കുക ഫസ്റ്റ്. ഏഴാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്ക്ഡ് ഇൻകം സ്ട്രീംസ് ആണ്. അതായത് ഇന്നത്തെ കാലത്ത് ഒരു റവന്യൂ കൊണ്ട് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഭൂലോക മണ്ടത്തരാണ്. കാരണം നമ്മൾ എത്രത്തോളം നമ്മളെ കമ്പനീനെ സ്നേഹിച്ചാലും നമ്മുടെ കമ്പനിയുടെ മുതലാളി നമ്മളെ എപ്പോൾ സ്നേഹിക്കുന്നത് നിർത്തും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. സോ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സാലറീനെ, ഒരു വരുമാനത്തെ മാത്രം നമ്പിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത് വലിയ മണ്ടത്തരാണ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ ഉണ്ടായിരിക്കണം. അത് ചെറുതാവട്ടെ വലുതാവട്ടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും, ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റും. മറ്റേത് നിങ്ങൾ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ജോലി പോകാം, അല്ലെങ്കിൽ വരുമാനം വേണ്ടത്ര ഉണ്ടായിരിക്കില്ല, ശമ്പളം വേണ്ടത്ര ഉണ്ടായിരിക്കില്ല. ഈ സാഹചര്യത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റവന്യൂ സ്ട്രീമുകൾ ഒന്നിലേറെ വേണം. അതിനെന്ത് ചെയ്യാം ചോദിക്കണമെങ്കിൽ റെൻ്റൽ പ്രോപ്പർട്ടീസിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്കുകളിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്തൊക്കെയാണോ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എട്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്രിഷ്യേറ്റീവ് അസറ്റുകളിലാണ്. അതായത് ഇന്ന് നമ്മൾ പൈസ ഇട്ടിട്ട് പതിയെ നാളേക്ക് അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ വേണം നിങ്ങൾ കൊണ്ടുപോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ലാതെ ഡിപ്രിസിയേഷൻ നടക്കുന്ന ഇപ്പോൾ കാറ്, വാഹനങ്ങൾ എന്ന് പറയുന്ന സാധനത്തിൽ പോയിട്ട് നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാർ ഒരു നല്ല അസറ്റല്ല. നിങ്ങൾ വീടിൻ്റെ കാർ പോർച്ചിൽ ഇടാനാണ് ഉദ്ദേശമെങ്കിൽ, റെൻറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ കളി വേറെയാണ്. അതല്ല എങ്കിൽ
അതൊരു നല്ല ഒരു അസറ്റല്ല, അത് അസറ്റേ അല്ല, അതൊരു ലാബിലിറ്റിയാണ്. കാരണം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം അങ്ങോട്ട് കാറ് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്, പെട്രോളായിട്ടും സർവീസായിട്ടും. സോ നിങ്ങൾക്കതിൽ നിന്ന് ഒരു നേട്ടം ഇല്ല. നാളേക്ക് വളരുന്ന അസറ്റുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ ലാൻഡാകാം. ലാൻഡ് എങ്ങനെ നോക്കിയാലും പണം കൂടുകയുള്ളൂ, ഭാവിയിൽ അതിൻ്റെ വില കൂടുതലല്ലാതെ കുറയില്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൾക്കാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ജനിച്ച് പുതിയ പുതിയ തലമുറ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവർക്കൊക്കെ താമസിക്കാനുള്ള വീട്, സ്ഥലം എന്നൊക്കെ പറയുന്നത് കുറവാണ്. കാരണം ഭൂമി വികസിക്കുന്നില്ല, ആൾക്കാരുടെ പോപ്പുലേഷൻ, ജനസംഖ്യ മാത്രമാണ് വികസിക്കുന്നത്. ഓഫ് കോഴ്സ് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോഴുള്ള ലാൻഡിൻ്റെയൊക്കെ വില ഡബിളും ത്രിബിളും ഒക്കെ ആയിട്ട് അങ്ങനെ കൂടിക്കൂടിക്കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെയുള്ള അസറ്റുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ പല കമ്പനികൾക്കും പല പ്ലാനുകളുണ്ടാവും, വെബ്സൈറ്റുകളൊക്കെ വാങ്ങിയിടാൻ. അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വാങ്ങിയിടുക, ഭാവിയിൽ അത് ഫ്ലിപ്പ് ചെയ്യുക. ഗോൾഡ് പോലെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് വാങ്ങി വയ്ക്കുക. ആഭരണങ്ങളല്ല കേട്ടോ, ഗോൾഡായിട്ട് തന്നെ. തുലാസ് എന്നൊക്കെ പറയില്ലേ, മറ്റേ കഷ്ണങ്ങൾ, ഗോൾഡ് കട്ട ബിസ്ക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അങ്ങനത്തെ സാധനങ്ങളായിട്ട് വാങ്ങി നമുക്ക് ശേഖരിച്ച് വെക്കാൻ പറ്റും. ആഭരണങ്ങൾ വാങ്ങിക്കഴിയുമ്പോൾ അത് പണിക്കൂലി, മറ്റേ കൂലി, മറിച്ച കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കട്ട് ചെയ്ത് പോകും. നിങ്ങൾക്കൊന്നും കിട്ടാണ്ടാവില്ല ലാസ്റ്റ്. നിങ്ങൾ കൊടുത്ത സംഖ്യ എത്ര ഉണ്ടാവും, കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിൽക്കുന്ന സമയത്ത് അത് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ, ഈ പറയുന്ന കൂലി, മറ്റേത് കൂലി, മറിച്ച കൂലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളിൽ നിന്ന് അടിക്കും. അതല്ലെങ്കിൽ ഭീകരമായിട്ട് ആ സ്വർണ്ണത്തിൻ്റെ വില കൂടിയിരിക്കണം, അപ്പോൾ മാത്രം നിങ്ങൾക്ക് മെച്ചമുണ്ടാവും ആഭരണങ്ങൾ എടുക്കുകയാണെങ്കിൽ. അതല്ല കട്ടയായിട്ടോ ഗോൾഡ് കോയിനായിട്ടോ പീസായിട്ട് ബിസ്ക്കറ്റ് പോലെ വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു മെച്ചമുണ്ടാക്കി തരും. അതുപോലെ പല പല അസറ്റുകളുണ്ട്. അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന അസറ്റുകളിൽ എത്ര നേരത്തെ ഇടാൻ പറ്റുന്നോ അത്രയും നേരത്തെ പണം ഇൻവെസ്റ്റ് ചെയ്യുക. കുറേ സമയം അപ്പോൾ നമുക്ക് കിട്ടും. അതിന് വളരാൻ ഒരുപാട് സമയം നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ല 65-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 70-ാമത്തെ വയസ്സിൽ എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ കോമഡി ആയിരിക്കും. കാരണം ഒന്നും ഉണ്ടാവില്ല, വലിയ പ്രോഫിറ്റ് ഉണ്ടായിരിക്കില്ല. എന്നാൽ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ 30, 35, 40 വയസ്സിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എത്ര നേരത്തെ പറ്റുന്നോ അത്രയും നല്ലത്. 20-ൽ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വളരാൻ ഒരുപാട് സ്പേസ് കിട്ടുന്നുണ്ട്, ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. ആ ടൈം കൊണ്ട് നല്ല ലെവലിലേക്ക് അത് വളർന്നോളും. 9-ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടുന്ന അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പല ഇൻവെസ്റ്റ്മെൻറ്റുകളിലും അങ്ങനെയുണ്ട്. ടാക്സ് നമുക്ക് കാര്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. അത് ലീഗലി തന്നെ, നമ്മൾ തട്ടിപ്പ് വെട്ടിപ്പൊന്നുമല്ല, ലീഗലി നമുക്ക് ടാക്സ് കുറയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിനകത്ത് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. പലപ്പോഴും നമ്മുടെ പണം ഡിപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കുറയുന്നതാണ് ഒരു പ്രധാന കാരണം. അതിലുപരി ടാക്സായിട്ട് കുറേ പണം അങ്ങനെയും പോകുന്നതാണ് മറ്റൊരു കാരണം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ് ടാക്സിൻ്റെ രൂപത്തിൽ പോകുന്നത്. സോ അവിടെ നമുക്ക് ടാക്സ് ലീഗലി സേവ് ചെയ്യാൻ ഓരോ രാജ്യത്തിൻ്റെയും ഗവൺമെൻറ് അനുവദിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്നുള്ളത് നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ടുകൊണ്ട്, ഇപ്പോൾ CA ഒക്കെ പഠിച്ചതുപോലുള്ള കുറച്ച് എക്സ്പേർട്ടായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ, കൺസൾട്ടിങ് ഫീയും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ അവരൊക്കെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഒരു നല്ല രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരുപാട് പണം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് മൊത്തം ഗവൺമെൻറ്റിന് തിന്നാൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 10-ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കലായിട്ടുള്ള ആർബിട്രേജ് സ്ട്രാറ്റജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമുക്ക് ജോലി ചെയ്യാൻ ഒരു പ്രത്യേക സ്ഥലം നമുക്ക് വേണമെന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ തന്നെ നമ്മൾ പോയി ഇരുന്ന് ജോലി ചെയ്യണം എന്നില്ല. പല ജോലികൾക്കും, അതായത് പല ജോലികളും ഇപ്പോൾ ഈ പറയുന്ന ഫ്രീലാൻസായിട്ട് മാറിക്കഴിഞ്ഞു. അതായത് ഒരു കമ്പനി എവിടെയോ ഉണ്ടായിരിക്കും, വീട്ടിലിരുന്നിട്ട് വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കൂടുതൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പല കമ്പനികൾക്കും ഈ പറയുന്ന സ്റ്റാഫിന് റെഗുലറായിട്ട് സാലറി കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ചെയ്യിക്കുന്ന പണിക്ക് എത്രയാണോ പണം കൊടുക്കേണ്ടത് അത് മാത്രം കൊടുത്ത് ഒഴിവാക്കാൻ പറ്റും. സോ ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നം അവർക്കുമില്ല. ഈ പറയുന്ന സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന ഈ വ്യക്തിക്കും ഒരേ സമയം 2-3 കമ്പനികളുടെ ഫ്രീലാൻസ് ആയിട്ടുള്ള വർക്കുകൾ എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് വില കുറഞ്ഞ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് ജീവിക്കാൻ സമ്പത്ത് അധികം വേണ്ടുന്ന ഒരു സ്ഥലമല്ലാത്ത ഏതെങ്കിലും ഒരു ഉൾനാടോ ഉൾപ്രദേശമോ നിങ്ങൾ ജീവിക്കാനായിട്ട് തിരഞ്ഞെടുക്കുകയും വലിയ വലിയ കമ്പനികളുടെ, വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികളുടെയൊക്കെ ഈ പറയുന്ന ഫ്രീലാൻസ് ആയിട്ടുള്ള ജോബുകൾ പിടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതശൈലി എന്ന് പറയുന്ന രീതി നോക്കുമ്പോൾ ഒരുപാട് പണം കുറയ്ക്കാൻ പറ്റും. അനാവശ്യ ചിലവുകൾ ഉണ്ടായിരിക്കില്ല. കാരണം നിങ്ങളുടെ ലിവിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ കൂടെയാണ്. അതല്ല നിങ്ങളൊരു ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ പോയിട്ട് ഇരിക്കുന്നതെങ്കിൽ നല്ല ഗംഭീര ചിലവായിരിക്കും വരിക, അല്ലേ? അപ്പോൾ താങ്ങാൻ പറ്റില്ല.
അപ്പോൾ ഏതെങ്കിലും ഒരു ഉൾപ്രദേശത്താണെങ്കിൽ പോലും ഇതുപോലുള്ള വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നല്ല വരുമാനം കിട്ടുകയും ചെയ്യും. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ആവറേജ് ആയിരിക്കും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പണം നിങ്ങൾക്ക് ആവശ്യമില്ല ജീവിക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. അതിന് നിങ്ങളൊരു ഭീകരമായിട്ടുള്ള ഹൈ ഇൻകം സ്കില്ലുള്ള ഒരു ജോബൊക്കെ ഉണ്ടാകണം എന്നൊന്നുമില്ല. സാധാരണക്കാർക്കും ഈ വഴിയിലൂടെ പോവുകയാണെങ്കിൽ അത്യാവശ്യം പണം സേവ് ചെയ്യാൻ പറ്റും. നാളേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് നല്ലൊരു എമൗണ്ട് ആക്കി മാറ്റാനും പറ്റും.